ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, സുഖമല്ലേ എല്ലാവർക്കും? നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് പേര് ഈ ഒരു വിഷമം അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ പലരും ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാന്നറിയേണ്ട വിഷമിക്കുന്നുണ്ട്. ആരോടും പറയാൻ പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. കാരണം ഈ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബട്ട് ആക്നെ എന്ന് പറയാനുള്ള ഒരു ഷൈ കൊണ്ടായിരിക്കാം പലരും അത് മറച്ചു വെച്ച് അതുകൊണ്ട് തന്നെ പെയിനൊക്കെ ആയിട്ട് അങ്ങ് നടക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് ആക്നെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫേസിലുള്ള പോലെ തന്നെ നിറയെ കുരുക്കൾ നമ്മളുടെ ബട്ടിലുണ്ടാവും. അതുപോലെ തന്നെ ഇത് ജെൻസിനും ലേഡീസിനും ഒരുപോലെ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ഇത് വളരെ അധികം കൂടുതലായിട്ടും കാണപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പോലും വളരെയധികം പെയിനായിട്ട് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാമെന്ന് അറിയാണ്ട് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹോം റെമഡി ഉപയോഗിച്ച് ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. ഒന്നാമത്തെ ടിപ്പ് ഇതാണ്. നമ്മൾ ചെറിയ ചൂടുവെള്ളം എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂണ് സീ സാൾട്ട് ചേർക്കുക. 1 കപ്പ് വെള്ളമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് സീ സാൾട്ട് ചേർക്കുക. നെക്സ്റ്റ് നമ്മളൊരു വൃത്തിയുള്ള ടവൽ എടുക്കുക. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് മുക്കി പിഴിഞ്ഞിട്ട് നമ്മൾ ബട്ട് ആക്നെയുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ്സ് നമ്മളിത് റിപ്പീറ്റ് ചെയ്യുക. എവറി ഡേ ഇത് ചെയ്യണം. വെള്ളം ഒന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ചെറുതാക്കി ചൂടാക്കിയിട്ട് നമ്മൾ ഈ ഒരു രീതി റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഡിഫറൻസ് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ബേസിനിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞിതിലേക്ക് ചേർക്കുക. ഒരു അല്പം സീ സോൾട്ട് നമ്മളിതിലേക്ക് ചേർക്കുക. ഒരു നുള്ളായാലും മതി. അതിനുശേഷം ഇതിൽ നമ്മൾ ഇരിക്കുക. ഈ ഒരു റെമഡിയും നമ്മളുടെ ബട്ട് ആക്നെ എളുപ്പം മാറാനായിട്ട് സഹായിക്കും. ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് നമ്മൾ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നല്ല ഡിഫറൻസ് നമുക്ക് കാണാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ആണ് ഐസ് കൊണ്ടുള്ള മസാജ്. നമ്മൾ ജസ്റ്റ് ഫ്രീസറിൽ നന്നായിട്ട് നമ്മൾ ഐസ് ക്യൂബ് സെറ്റ് ചെയ്ത് വയ്ക്കുക. കുക്കുംബർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഐസ് ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. കുക്കുംബർ നന്നായിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുക. ഇത് നമ്മൾ ഐസ് ക്യൂബാക്കി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊരു തുണിയിൽ നന്നായിട്ട് കെട്ടിയിട്ട് നമ്മൾ ബട്ട് ആക്നെ ഉള്ള ഭാഗത്ത് നന്നായിട്ട് വെച്ച് കൊടുക്കുക. ഒരു 15 മിനിറ്റ്സ് ഇത് തുണിയിൽ കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു 1 വീക്കോ 2 വീക്സ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നല്ല ഡിഫറൻസ് കാണാവുന്നതാണ്. ഇനി നെക്സ്റ്റ് റെമഡിയാണ് പ്യുവർ അലോവേര ജെല്ല് കൊണ്ടുള്ള മസാജ്. നമ്മൾ വീട്ടിൽ അലോവേര ഉണ്ടെന്നുണ്ടെങ്കിൽ അലോവേര എടുത്തിട്ട് അതിൻ്റെ കറ കളഞ്ഞിട്ട് അതിനകത്തുള്ള ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് മാത്രം നമ്മൾ എടുത്തിട്ട് ഈ ബട്ട് ആക്നെയുള്ള ഭാഗത്ത് നന്നായിട്ട് മസാജ് കൊടുക്കുക. രാത്രി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് ഡെയിലി റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു 2 വീക്സ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് മാറാനും അതുപോലെ തന്നെ പാടുകൾ പോലും നീക്കം ചെയ്യാനായിട്ടും ഈ ഒരു സിമ്പിൾ റെമഡി നിങ്ങളെ സഹായിക്കും. ഇനി നെക്സ്റ്റ് റെമഡിയാണ് ആപ്പിൾ സൈഡർ വിനിഗർ. നമ്മൾ ഓരോ സ്പൂൺ എടുത്തിട്ട് നമ്മളൊരു ചെറിയ വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ ഇത് മുക്കിയതിന് ശേഷം നമ്മൾ ബട്ട് ആക്നെയുള്ള ഭാഗത്ത് രാത്രിയിൽ പുരട്ടി കൊടുക്കുക. നമുക്ക് ഡയറക്റ്റ് തന്നെ ഇത് പുരട്ടാവുന്നതാണ്. ഡെയിലി നമ്മൾ നൈറ്റിൽ ചെയ്യുന്നതാണ് ഉത്തമം. അതിനുശേഷം നമ്മൾ ഒരു 1-2 ആഴ്ച കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ഒരു റെമഡി ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് നേരെ ഇല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ക്രീം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. DIY ആണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തോ ഇത് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇത് ഡെയിലി നമുക്ക് രാത്രി തന്നെ അല്ലെങ്കിൽ പകലോ, ഈ രാത്രി പകലൊന്നുമില്ല, രാത്രിയിൽ മസ്റ്റായിട്ട് നമ്മൾ പുരട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്കിത് ഡേ ടൈമിലും പുരട്ടാവുന്നതാണ്. ഈ ഒരു ക്രീം കൊണ്ട് തന്നെ നമുക്ക് ഒരാഴ്ച കൊണ്ട് നല്ല ഡിഫറൻസ് ഉണ്ടാവാനായിട്ട് ഈ ഒരു റെമഡി നമ്മളെ സഹായിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രീം ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. നമ്മളിപ്പോൾ പുറത്താണ് ഈ ക്രീം കീപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് അലോവേര യൂസ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് അലോവേര യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ആപ്പിൾ സൈഡർ വിനിഗർ. ഞാനിവിടെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതും അതുപോലെ തന്നെ വാങ്ങിയതും ഉണ്ട്. ഹോം മെയ്ഡ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വാങ്ങിയത് ഏതോ വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ടീ ട്രീ എസെൻഷ്യൽ ഓയിലാണ്. ഓൺലൈനിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾസ് ആണ്. 3 എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്ക് ബട്ട് ആക്നെയുടെ പാടുകളൊക്കെ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഒരു ബൗളിലേക്ക് അലോവേര ജെൽ എടുക്കുക. ഒരാഴ്ചത്തേക്കാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ 5 സ്പൂൺ അലോവേര ജെൽ എടുക്കാം. 3 വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഓയിൽ ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചാൽ മതി. അതിലേക്ക് 1 സ്പൂൺ
ആപ്പിൾ സൈഡർ വിനിഗർ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് നേരം നമ്മൾ അടിച്ചിങ്ങനെ പതപ്പിക്കുന്ന പോലെ നന്നായിട്ട് പതച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊരു ക്രീമി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് മാറും. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് ടീ ട്രീ എസൻഷ്യൽ ഓയിൽ 3-4 ഡ്രോപ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരുപോലെ യോജിപ്പിക്കുക. നമ്മളുടെ ക്രീം റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ഫേസിലും അതുപോലെ തന്നെ ബട്ട് ആഗ്നയിലും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാം. പാടുകൾ മാറാനായിട്ടും ആഗ്നെ പൂർണ്ണമായിട്ട് മാറാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഡേ ടൈമിലോ നൈറ്റ് ടൈമിലോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഫ്രഷ് അലോവേര യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് കയ്യിൽ കൊണ്ടു നടക്കുകയും ചെയ്യാം. എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ക്രീമാണ്, ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കോഡ് ലിവർ ഓയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിലൊരു 3 തവണയെങ്കിലും കോഡ് ലിവർ ഓയിൽ കൂടെ കഴിക്കുന്നത് പെട്ടെന്ന് തന്നെ ബട്ടാഗ്നെ മാറാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയാർന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.